അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ആ യാത്രാസംഘം വരുമ്പോൾ മരങ്ങൾ അഭിവാദ്യമെന്നോണം തല കുനിക്കുന്നു. അവിടുന്ന് ആ മരച്ചുവട്ടിൽ ഇരുന്നപ്പോൾ ആ മരത്തിന്റെ ഉണങ്ങിയ ചില്ലകൾ പോലും പച്ച പിടിക്കുകയും മുഹമ്മദിന് തണലേകുകയും ചെയ്തു. ഉണങ്ങിയ ചില്ലകൾ താനേ താഴേക്ക് വളയുകയും അദ്ദേഹത്തിന് തണലേകുകയും ചെയ്തു. ആ പ്രദേശത്തെ കല്ലുകൾ പോലും മുഹമ്മദിന് മുന്നിൽ താഴ്ന്നതായി ബുഹൈറ എന്ന പുരോഹിതൻ നിരീക്ഷിച്ചിരുന്നു. ബുഹൈറ തൻ്റെ ആശ്രമത്തിലിരുന്നു ഇതെല്ലാം കാണുകയായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ ആ യാത്രാ സംഘത്തെ മുഴുവൻ ഭക്ഷണത്തിന് ക്ഷണിച്ചു. എന്നാൽ അവർ മുഹമ്മദിനെ മാത്രം സ്ഥാപനങ്ങൾ കാക്കാൻ അവിടെ നിർത്തി. ബുഹൈറ ഒരുക്കിയ വിരുന്നിലേക്ക് അബൂ തോലിബും സംഘവും വന്നപ്പോൾ അവർ മുഹമ്മദ് നബിയെ സാധനങ്ങൾക്ക് കാവൽ നിൽക്കാൻ പുറത്തു നിർത്തിയിരുന്നു. എന്നാൽ എല്ലാവരെയും നിരീക്ഷിച്ച ബുഹൈറക്ക് താൻ കണ്ട അടയാളങ്ങൾ ആരുടെയും മുഖത്ത് കണ്ടെത്താനായില്ല. അദ്ദേഹം ചോദിച്ചു, ഖുറൈശികളെ, നിങ്ങളിൽ ആരെങ്കിലും വരാൻ ബാക്കിയുണ്ടോ? അവർ പറഞ്ഞു, ഒരു ചെറിയ ബാലൻ മാത്രം പുറത്തുണ്ട്. ബുഹൈറ നിർബന്ധപൂർവ്വം നബിയെ അകത്തേക്ക് വിളിപ്പിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ബുഹൈറയുടെ കണ്ണുകൾ തിളങ്ങി.